Good morning to all. I am myself Jeremol George, St. Peter's Training College, കോലഞ്ചേരി. നമ്മുടെ കോളേജ് നടത്തുന്ന വെബിനാറിന്റെ ഭാഗമായ ലീഗൽ ലിറ്ററസി അവയർനെസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ലീഗൽ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലീഗൽ ലിറ്ററസി നമ്മൾ അധികം ആരും കേൾക്കാത്ത ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇന്ന് വളരെ റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ലീഗൽ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലോ ഇസ് എ പവർഫുൾ ടൂൾ ബട്ട് ഓൺലി ഇഫ് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് വെൽ. നിയമം അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുമ്പോഴാണെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ലോ ഒരു പേഴ്സണെ ഒരുപാട് പലതരത്തിൽ പല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലോ ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So India, largest democracy in the world, has an emergent need for the generating awareness of rights as a knowledge. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ലോ അവയർനെസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇത് മാത്രമല്ല, ലോയെ പറ്റി അറിയുക എന്നതും അത് ചോദ്യം ചെയ്യുക എന്നതും ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്യുക എന്നതുമുള്ള ഒരു ശരാശരി സാധാരണ മനുഷ്യന്റെ അവകാശങ്ങളിൽ ഒന്നാണ്. So what is access to justice? എങ്ങനെയാണ് നമുക്ക് നീതിന്യായ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യലിൽ അതെങ്ങനെയാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്? Access to justice is the ability of people to seek and obtain a remedy through the formal or informal institutions of justice for grievances. There is no access to justice where citizens fear the system, see it as unfamiliar and do not access it, where the justice system is financially inaccessible, where individuals have no lawyers, where they do not have information or knowledge of rights, or where there is a weak justice system. Access to justice involves legal protection, legal awareness, legal aid and counsel, and adjudication and enforcement. So നമ്മളെന്ന് പറയുന്നത് എന്താണ് നീതിയിലേക്കുള്ള പ്രവേശനം എന്നാണ്. ആവലാതികൾക്കോ ഔപചാരികമായ നീതി സ്ഥാപനങ്ങളുടെ പ്രതിവിധി തേടാനുമുള്ള ആളുകളുടെ കഴിവിനെയാണ് നീതിയിലേക്കുള്ള പ്രവേശനം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൗരന്മാർ പ്രത്യേകിച്ച്, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട പൗരന്മാർ, അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരിക്കാം, ട്രൈബ്സ് ആയിരിക്കാം, സാധാരണ വിദ്യാഭ്യാസ സമ്പന്നരല്ലാത്ത സാധാരണ ജനങ്ങളായിരിക്കാം, ആരുമായിക്കോട്ടെ, വ്യവസ്ഥയെ പേടിക്കുകയും അതിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്ത് നീതിക്ക് അവിടെ പ്രവേശനമില്ല. നമ്മൾ ഒരിക്കലും നീതിയെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് മെയ്ഡ് ഫോർ അവർ പ്രൊട്ടക്ഷൻ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നീതിന്യായ വ്യവസ്ഥ സാമ്പത്തികമായി അപ്രാപ്യമായിരിക്കുന്നിടത്ത്, വ്യക്തികൾക്ക് അഭിഭാഷകർ ഇല്ലാത്തടത്ത്, അവർക്ക് അവകാശങ്ങളെക്കുറിച്ച് വിവരമോ അറിവോ ഇല്ലാത്തടത്ത്, അല്ലെങ്കിൽ ദുർബലമായ നീതിന്യായ വ്യവസ്ഥ എവിടെയാണ് നീതിയിലേക്കുള്ള പ്രവേശനത്തിൽ നിയമസംരക്ഷണ, നിയമ അവബോധനം, നിയമസഹായവും ഉപദേശവും വിധി നിർണയവും നിർവഹണവും ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ ആക്സസ് ടു ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. What is the legal literacy and legal awareness program? എന്താണ് ലീഗൽ ലിറ്ററസി കൊണ്ട് ഉദ്ദേശമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പ്രോഗ്രാം, അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത്? So since in 2012, Division of Department of Justice, Ministry of Law and Justice, Government of India has been implementing access to justice scheme in northeastern states including Arunachal Pradesh, Assam, Manipur, Meghalaya, Mizoram, Nagaland, Sikkim, Tripura and in Uttar Pradesh and in UT of Jammu and Kashmir. So 2012 മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ജസ്റ്റിസ് സ്കീമാണ് എന്ന് പറയുന്നത് ലീഗൽ അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആദ്യമായി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആദ്യമായി ഇത് ഫോക്കസ് ചെയ്തത് കൂടുതലായിട്ടും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലായിരുന്നു. അതായത് അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം പോലെയുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു. Major focus of these programs are on legal empowerment of community, dissemination of simplified information, education and communication materials in local languages and dialects, and capacity development of Panchayati Raj functionaries and village chiefs on formal justice delivery system. സോ ഇത് നമ്മൾ മെയിനായിട്ട് ഇവർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇവർ ഫോക്കസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് പഞ്ചായത്ത് ലെവൽ അല്ലെങ്കിൽ വില്ലേജ് ഏരിയയിലായിരുന്നു. കാരണം റൂറൽ ഏരിയയിലാണ് കൂടുതലായിട്ടും ഇല്ലിറ്ററേറ്റ് പീപ്പിൾ വസിക്കുന്നത്. അവർക്കാണ് കൂടുതലായിട്ടും പല അറിവില്ലായ്മ കൂടുതലായിട്ടുള്ളത്. നിയമവ്യവസ്ഥയെ പറ്റി പ്രത്യേകിച്ച് അറിവ് ഇവർക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്താണ് ഈ ലീഗൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാം 2012 ഫോർമുലേറ്റ് ചെയ്യുന്നത്.
First phase of this scheme got completed in 2017 and the second phase of the scheme completed in 2021. So 2017 ഇതിന്റെ ഫസ്റ്റ് ഫേസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതായത് they target to educate the illiterate people in rural areas of the northeastern states. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള റൂറൽ ഏരിയാസിലുള്ള ആളുകളെ പറ്റി ഏകദേശം അവബോധം ഉണ്ടാക്കാൻ നമ്മൾക്ക് 2017 കൊണ്ട് സാധ്യമാക്കി കഴിഞ്ഞു. അതതിന്റെ ഫസ്റ്റ് ഫേസ് അവിടെ കഴിയുന്നു. പക്ഷേ അതിന്റെ സെക്കൻഡ് ഫേസ് പിന്നീട് കംപ്ലീറ്റ് ചെയ്തത് മാർച്ച് 2021 So the legal literacy and legal awareness program aims to empower the poor and disadvantaged of societies seeking demand justice services. The program also seeks to improve the capacity of key justice service providers to enable them effectively to serve the disadvantaged. Main ആയിട്ട് ഇത് ഫോക്കസ് ചെയ്തത് പാവപ്പെട്ട ജനങ്ങളിലും സാധാരണക്കാരിലും നിയമത്തെ പറ്റി അവബോധമില്ലാത്ത പാവപ്പെട്ട ജനങ്ങളിലായിരുന്നു. കൂടുതലായിട്ടും ആദിവാസി മേഖലയിൽ പെട്ടിട്ടുള്ളവർ, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടിട്ടുള്ളവർക്ക് അവർക്കൊന്നും നിയമം എന്തൊക്കെ പരിരക്ഷ നൽകുന്നു എന്നുള്ളതിനെ പറ്റി അവർ ബോധവാന്മാരായിരുന്നില്ല. അപ്പോൾ ഈ സ്കീം മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് അവിടെയായിരുന്നു. സോ നമുക്ക് ലീഗൽ ലിറ്ററസിക്ക് ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും. Legal literacy is commonly understood as knowing the primary level in law. അതായത് നിയമത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വശം അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനെയാണ് ലീഗൽ ലിറ്ററസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When citizens, particularly marginalized or underprivileged groups, know what the law has to offer them, they can recognize and challenge injustice much more forcefully. നമ്മുടെ പൗരന്മാർ ഇതിനെപ്പറ്റി ബോധവാന്മാരാകുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വർഗങ്ങൾ, അതായത് സാധാരണ ആൾക്കാർ, ട്രൈബൽസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇങ്ങനെയുള്ളവർക്ക് ലോ ഓഫർ ചെയ്യുന്ന എന്താണെന്ന് അവർ തിരിച്ചറിയുന്നു. എന്തൊക്കെ നിയമങ്ങളാണ് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതിനെ പറ്റി അവർ തിരിച്ചറിയുന്നു. ചലഞ്ച് ഇൻജസ്റ്റിസ് മച്ച് മോർ ഫോഴ്സ്ഫുള്ളി. അവിടെ എവിടെയെങ്കിലും ഒരു അന്യായം അവർ കണ്ടാൽ അവരുടെ അറിവ് വെച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻജസ്റ്റിസിനെ അവർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും വളരെ ഫോഴ്സ്ഫുള്ളി ആയിട്ട്. കാരണം അവർ ബോധവാന്മാരാണ്. അവർക്ക് എന്തൊക്കെ നിയമങ്ങളുടെ പരിരക്ഷ ലഭിക്കുന്നുണ്ടതിനെ പറ്റി അവർ ബോധവാന്മാരാണെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ അന്യായം കണ്ടാലും സ്ട്രോങ് ആയിട്ട് ജസ്റ്റിസിന് വേണ്ടി ഡിമാൻഡ് ചെയ്യാൻ പറ്റും. What is the duration of the program? ഇപ്പോൾ പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തേക്കുന്നത്, അതായത് അവരന്ന് ലോഞ്ച് ചെയ്ത ലീഗൽ അവയർനെസ് പ്രോഗ്രാമിന്റെ പേരാണ് ദിശ. Its full name is Designing Innovating Solutions and Holistic Access to Justice. ഇത് ഒരു പീരീഡ് ഓഫ് കാലഘട്ടത്തിലേക്കാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. 2021 to 2026 അത്രയും വരെയാണ് എന്ത് ചെയ്യുന്നത്? ദിശ പ്രോഗ്രാംസ് നമ്മൾ ചാർട്ട് ചെയ്തേക്കുന്നത്. So Disha aims to merge different access of justice programs being implemented by Department of Justice while simultaneously upscaling them to all India level. അതായത് ദിശ മോഡിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു പാൻ ഇന്ത്യ ലെവലിൽ ലീഗൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാം നൽകാൻ വേണ്ടിയാണ്. ആദ്യം ഫോർമാറ്റ് ചെയ്ത അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ചില നോർത്ത് ഈസ്റ്റേൺ കൺട്രീസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ ലീഗൽ ലിറ്ററസിയുടെ ആവശ്യകത അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ സക്സസ് വളരെ കൂടുതലായതുകൊണ്ടും ഇതിന്റെ ആവശ്യകത വളരെ കൂടുതലായതുകൊണ്ടും സൊസൈറ്റിക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസും വളരെ കൂടുതലായതുകൊണ്ടും ദിശ എന്ന് പറയുന്ന പുതിയൊരു പ്രോഗ്രാമായിട്ട് ഒരു പീരീഡ് ഓഫ് ഡ്യൂറേഷനിലേക്ക് അവരിത് ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ദിശ എയിം ചെയ്യുന്നത് ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക്, ഇന്ത്യ ഫുൾ ആയിട്ട്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണല്ലോ, അപ്പോൾ ഇന്ത്യ ഫുൾ ആയിട്ട് ജനങ്ങളെ, സാധാരണ ആളുകളെ ഇതിലേക്ക് അവയർനെസ് ആക്കുക എന്നുള്ള, നിയമപരിരക്ഷയെ പറ്റി ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദിശ എന്ന് പറയുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം ഇവർ ലോഞ്ച് ചെയ്തത്. So what are the broad objectives of the program? Use of technology for enhanced delivery of legal literacy, its knowledge products and implementation of innovative and holistic ideas. ഈ ലീഗൽ ലിറ്ററസിക്ക് വേണ്ടി ടെക്നോളജി എൻഹാൻസ് ചെയ്തിട്ട് ലീഗൽ ലിറ്ററസി ഡെലിവർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വൺ, മെയിൻ സ്ട്രീമിംഗ് ലീഗൽ ലിറ്ററസി ത്രൂ ബിൽഡിംഗ് ആൻഡ് ഫോർജിംഗ് പാർട്ട്ണർഷിപ്സ് അക്രോസ് മിനിസ്ട്രീസ് ആൻഡ് അലൈഡ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ് എക്സെട്ര. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇത് കൊടുക്കുന്നതിൽ പോലെ തന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജുകളായിരിക്കട്ടെ, അലൈഡ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, സ്കൂളുകളായിരിക്കട്ടെ, അവിടെയൊക്കെ എന്ത് ചെയ്യുക? ലീഗൽ ലിറ്ററസി പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഗ്രാസ് റൂട്ട് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള വോളണ്ടിയേഴ്സിനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെയൊക്കെ അവർ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഡെവലപ്പിംഗ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ടു മെഷർ ലീഗൽ ലിറ്ററസി ആൻഡ് ലീഗൽ അവയർനെസ് ഇൻ ഇന്ത്യ.
പിന്നെ ഇൻഡിക്കേറ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നു. എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ അവയർനെസ് അല്ലെങ്കിൽ ഈ അവയർനെസ് എത്രത്തോളം എത്തി, അതിന്റെ അളവ്, അതിന്റെ തോത്, അതായത് ആളുകൾ എത്രത്തോളം ലീഗൽ ലിറ്ററസിയിൽ അവയർനെസ് ആണ്, ബോധവാന്മാരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു മെഷർമെന്റ് ടീമിനെ ഇവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കൺകറന്റ് ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ് ലീഗൽ ലിറ്ററസി ആൻഡ് ലീഗൽ അവയർനെസ് പ്രോഗ്രാം. പിന്നെ ഡെയിലി നടക്കുന്ന അവയർനെസ് ഇഷ്യൂസ് അല്ലെങ്കിൽ ലീഗൽ ലിറ്ററസി പ്രോഗ്രാമിന്റെ അവയർനെസിന്റെ ആ ഒരു അസസ്മെന്റ്, ലീഗൽ ലിറ്ററസി പ്രോഗ്രാമിന്റെ അസസ്മെന്റ് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ ഇന്ത്യൻ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തത്തിലൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് around 35% of India's population have no formal education. Most of them live in rural areas where social and economic barriers play an important role in keeping the lower strata of society illiterate. അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഗ്രാമങ്ങളിലും ഉൾഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു 35% ആളുകൾക്കും വിദ്യാഭ്യാസമില്ല, അവർ ഇലിറ്ററേറ്റ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? സോഷ്യലി ഇക്കണോമിക്കൽ ബാരിയേഴ്സ്, അതായത് പണമുള്ളവരും സമൂഹത്തിൽ ഉന്നത കുലജാതികരും അങ്ങനെയുള്ള വ്യവസ്ഥകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചില ഏരിയകളിൽ ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രാറ്റ നിൽക്കുന്നതുകൊണ്ട് ഇവർ എന്ത് സമ്മതിക്കുന്നില്ല, ഈ ലോവർ ഏരിയയിൽ കിടക്കുന്ന ജനങ്ങളുടെ ഡെവലപ്മെന്റ് വേണ്ടി അവർ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതാണ്. സോ ലിറ്ററസി ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ മീൻസ് ഫോർ എഫക്റ്റീവ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, കോൺട്രിബ്യൂട്ടിംഗ് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി റിഡക്ഷൻ. അതായത് പട്ടിണി കുറച്ച് സാധാരണ ജനങ്ങളും എക്കണോമിക്കലി ഉയർന്നവരും സമൂഹത്തിൽ ഉയർന്നവരും എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഈ ഒരു സ്ട്രാറ്റയുടെ പോവർട്ടി റിഡക്ഷനും ഹ്യൂമൻ ഡെവലപ്മെന്റും ഉദ്ദേശമാക്കിക്കൊണ്ടാണ് ഈ ലിറ്ററസി പ്രോഗ്രാം അല്ലെങ്കിൽ ലീഗൽ ലിറ്ററസി എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയാണ്. So even those who are literate are helpless and confused when there is a violation or infringement of a right enforceable in a law. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ആളുകൾക്കും അവര് വിദ്യാഭ്യാസരായിരിക്കാം, ഒരു പക്ഷെ കുറച്ചൊക്കെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൂടെ നിയമത്തെ പറ്റിയുള്ള അവയർനെസ് വളരെ കുറവായതുകൊണ്ട് അവരുടെ മുന്നിൽ കണ്ട ഒരു അന്യായത്തെ അവർക്ക് ചോദ്യം ചെയ്യാനായിട്ട് മടി വരുന്നു. കാരണം ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ എക്കണോമിക്കലി ഹൈ ആയിട്ടുള്ളവരെ നോക്കുന്നുണ്ട്, പിന്നെ സോഷ്യൽ ഉന്നത കുലജാതികർക്ക് മാത്രം ഫോക്കസ് നീതിന്യായങ്ങൾ നടപ്പിക്കുന്നുണ്ട്. അപ്പം സാധാരണ ജനങ്ങളുടെ വിചാരം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിവില്ല, പിന്നെ ഞങ്ങൾ സമൂഹത്തിൽ താഴ്ന്നവരാണ്, പണം കൊണ്ടും വളരെ താഴ്ന്നവരാണ്, പട്ടിണിയുള്ളവരാണ്, അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും നിയമങ്ങൾ ലഭിക്കുകയില്ല, നിയമത്തിന്റെ പരിരക്ഷ കിട്ടുകയില്ല എന്ന് പേടിച്ച് അവർക്ക് വരുന്ന അന്യായങ്ങൾ പുറം ലോകം അറിയപ്പെടാതിരിക്കുകയും അവർക്ക് നീതി നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട്. So next one is importance of legal literacy. So government programs alone, however well-intentioned legal literacy, social empowerment of democracy and good governance may not be able to break these barriers due mainly to the social vulnerability of the people is large. അതായത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടും ഇതിനെപ്പറ്റിയുള്ള അജ്ഞതയുള്ള ആൾക്കാർ വളരെ കൂടുതലായതുകൊണ്ടും ഈ നിയമപരിരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രോഗ്രാംസ് മാത്രമല്ല, സോഷ്യൽ എംപവർമെന്റ് ഓഫ് ഗവർണൻസ് അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ് ഒന്നും അതുകൊണ്ടൊന്നും നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ലിറ്ററസി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പം അതിനുകൊണ്ട് മാത്രമായിട്ട് അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലീഗൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ignorance of legal rights, human rights, civil liberties, constitutional mandates and several other laws of the land that defend the people and protect their dignity, freedom, right to equality, to access justice, etc. are manifestation for their vulnerable existence. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിയമപരമായ അവകാശങ്ങൾ, മനുഷ്യ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവുകൾ ജനങ്ങളെ സംരക്ഷിക്കുകയും അവരുടെ അന്തസ്സ്, സ്വാതന്ത്ര്യം, സമത്വത്തിനുള്ള അവകാശം, നീതിയിലേക്കുള്ള പ്രവേശനം മുതലായവ സംരക്ഷിക്കുകയും ചെയ്യുന്ന രാജ്യത്തെ മറ്റു നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവരുടെ അജ്ഞത ദുർബലമായ നിലനിൽപ്പിന്റെ പ്രകടനങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഇവരുടെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കുന്നതാണെങ്കിലും ഇവരുടെ അന്തസ്സിനെ ബാധിക്കുന്നതാണെങ്കിലും പല രീതിയിലുള്ള ഇവരുടെ സാമൂഹികമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റി ഇവർ ഇപ്പോഴും അജ്ഞരാണ്, ഈ റൂറൽ ഏരിയാസിൽ പെട്ടിരിക്കുന്ന ഈ വൾണറബിൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളവരുടെ നിലനിൽപ്പ് വളരെ കൂടുതലായതുകൊണ്ട്, അജ്ഞതയുള്ള ആൾക്കാരുടെ നിലനിൽപ്പ് വളരെ കൂടുതലായതുകൊണ്ടും ലീഗൽ ലിറ്ററസിക്ക് അവിടെ ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, മേജർ സോഷ്യൽ reformation efforts are required to bring about a change in the rural scenario. അപ്പോൾ നോൺ ഗവൺമെന്റ് ഏജൻസീസ് ദാറ്റ് ഹാവ് ഡീപ്പർ കോൺടാക്ട്സ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് ലെവൽ ദാൻ ഒഫീഷ്യൽ ഗവൺമെന്റ് മെഷീനറീസ് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ദിസ് റിഗാർഡ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഗവൺമെന്റ് ഓതറൈസ്ഡ് ഏജൻസീനെ അല്ലാണ്ട് നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള ഏജൻസീസ് ആണ് ഈ റൂറൽ ഏരിയാസിൽ കൂടുതലായിട്ട് ഗ്രാസ് റൂട്ട് ചെയ്യപ്പെടുക അല്ലെങ്കിൽ
ഫോക്കസ് ചെയ്തേക്കുന്നത്. അവരാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പല ഇതും കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇതുവരെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് നോൺ ഏജൻസികളാണ് കൂടുതലായിട്ടും ഈ ഫോക്കസിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കാൻ ഗവൺമെന്റ് സ്വന്തം റെസ്പോൺസിബിളിൽ എന്ത് ചെയ്യണം, നല്ലൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും അവരുടെ ആ ഒരു റൂറൽ സെനാരിയോ, അവർ ഇത്രയും നാളും കണ്ടുവന്ന ആ റൂറൽ സെനാരിയോയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാനും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കുന്ന ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ലീഗൽ ലിറ്ററസി. അപ്പോൾ ഇങ്ങനെ ഗവൺമെന്റിന്റെ ഈ ലീഗൽ ലിറ്ററസി പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു സാധ്യതയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. Next one, the legal literacy and human rights education are effective and practical means of the social fabric for a successful democracy. ഇപ്പോൾ ഡെമോക്രാറ്റിക് രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഡെമോക്രസി വളരെ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൃത്യമായ വിദ്യാഭ്യാസവും അവരുടെ അവകാശങ്ങളെ പറ്റിയുള്ള വിദ്യാഭ്യാസവും, അതായത് ലിറ്ററസി അബൌട്ട് ദർ ഹ്യൂമൻ റൈറ്റ്സ്, അതിനെപ്പറ്റിയുള്ള അവബോധവും നമ്മൾ അവർക്ക് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ 39(a)(2 of the Constitution of India requires the state to ensure that the operation of the legal system promote justice on the basis of equal opportunity. അതായത് നമ്മുടെ നിയമപരിരക്ഷ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നിയമം പറയുന്നത്, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ സമൂഹത്തിൽ ഉന്നത കുലജാതി ഉള്ളവനെന്നോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കോ എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസ് ആണ് ആർട്ടിക്കിൾ 39 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം ഡിമാൻഡ് ചെയ്യുന്നത്. It directs the states to provide free legal aid with the support of suitable legislation or schemes. അപ്പോൾ നമ്മുടെ ഇത് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട്, ഇതിനെപ്പറ്റി ബോധമില്ലാത്ത അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആളുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ലീഗൽ എയ്ഡ് കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള സ്കീമുകൾ വെച്ച്, അവയർനെസ് പ്രോഗ്രാമുകൾ വെച്ച് നമ്മൾ ഇങ്ങനെയുള്ളവർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കണം. അതിപ്പോൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. The state is also directed to ensure that opportunities for securing justice are not denied to any citizen for reason of economic or other disabilities. ഇപ്പോൾ ഒരാൾക്ക് ഒരു നിയമപരിരക്ഷ നമുക്ക് റദ്ദാക്കാൻ, അല്ലെങ്കിൽ നിനക്ക് ഈ നിയമം ഇനി ഇല്ല, ഈ നിയമം നിന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നല്ല, ഈ നിയമത്തിന്റെ പരിരക്ഷ നിനക്ക് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് ഒരു വ്യക്തിയോടും, ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ലോയർക്കോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനോ ആർക്കും പറയാനുള്ള അവകാശമില്ല. കാരണം ആർട്ടിക്കിൾ 39 പ്രകാരം എല്ലാ ആൾക്കാർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും, പണക്കാരനായാലും ഉന്നത കുല ജാതിയായാലും താഴ്ന്ന ജാതിയായാലും ട്രൈബ്സ് ആയാലും എല്ലാവർക്കും ഇന്ത്യൻ ഡെമോക്രസി ഓഫർ ചെയ്യുന്നത് 39 ആർട്ടിക്കിൾ പ്രകാരം ഈക്വൽ ജസ്റ്റിസ് ആണ്. സോ അത് ഏതൊരു കാരണവശാലും, ചിലപ്പോൾ അയാളുടെ സാമ്പത്തികം കുറവായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു പേരിലും ആർക്കും എന്ത് നിഷേധിക്കരുത്, നിയമത്തിന്റെ പരിരക്ഷ ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല. If people are aware of their rights and duties, the delivery of justice and balancing the various of interest in a society become so much easier. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് അവയർനെസ് ആണെങ്കിൽ, നമ്മൾക്ക് അതിനെപ്പറ്റി എല്ലാ അറിവും എല്ലാ രീതിയിലുമുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്കും സാധാരണക്കാർക്കും അവർ കൃത്യമായി അവബോധവാന്മാരായിരിക്കണം അവരുടെ നിയമപരിരക്ഷയെ പറ്റി. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജസ്റ്റിസ് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, so our importance പറയുന്നുണ്ട്. Then next, increase in legal literacy ultimately develops into a transparent and accountable government truly based on the rule of the law. അപ്പോൾ ലീഗൽ ലിറ്ററസി നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് പ്രോഗ്രാം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രൂലി ബേസ്ഡ് ഓൺ ദ റൂൾ ഓഫ് ദ ലോ. അപ്പോൾ നമ്മുടെ ഡെമോക്രസി പറയുന്ന പോലെ തന്നെ 100% ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മുടെ ഇന്ത്യ റൂൾ ചെയ്യപ്പെടും, അല്ലെങ്കിൽ 100% ഡെമോക്രസിക് നേഷൻ ആയിട്ട് നമ്മുടെ ഇന്ത്യ മാറുമെന്നാണ് പറയുന്നത്. So since the fundamental postulates of the Indian Criminal Procedure Code 3, ignorance of law excuses no one from the compliance therewith, the need for legal literacy is undisputable. So law ആർക്കും നിഷിദ്ധമല്ല, എല്ലാവർക്കും ലീഗൽ ലിറ്ററസി വേണം. ഇറ്റ്സ് എൻ ഈക്വാലിറ്റി, അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്.
So legal literacy therefore is a tool for bringing about qualitative change at the grassroots level. So legal literacy എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു അവയർനെസ് പ്രോഗ്രാമാണ്. Experience show that better awareness of laws help people work more effectively in diverse spheres. അതായത് പല മേഖലയിലേക്കും പോവാൻ പേടിച്ചു നിൽക്കുന്ന മടിച്ചു നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ നിയമത്തിന്റെ പരിരക്ഷയെ പറ്റി അവർ അറിഞ്ഞു കഴിഞ്ഞാൽ, അവർ ബോധവാന്മാരായാൽ അവർക്ക് ധൈര്യമായിട്ട് പല മേഖലയിലേക്കും ചുവടുവയ്ക്കാനായിട്ട് കഴിയും. The non-implementation of many laws is partially attributed to the beneficiaries of lack of awareness. So next one, ജനനീതി. ജനനീതി പറയുന്നത് അടുത്ത ഒരു അവയർനെസ് പ്രോഗ്രാമാണ്. So Jananidhi was founded in 1992 as a non-political, non-secretarial, non-profit making and voluntary organization that provides legal aid and assistance, protects and promotes human rights, and provides psycho-legal counseling service and clinical legal education. അതായത് ജനനീതി എന്ന് പറയുന്ന പ്രോഗ്രാം ദിശയുടെ തന്നെ വേറൊരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇത് വേറൊരു ബ്രാഞ്ച് ആണ്, അല്ലെങ്കിൽ വേറൊരു റൂട്ടാണ് നമുക്ക് പറയാം. സോ ഇറ്റ്സ് ഫൗണ്ടഡ് ഇൻ 1999. അത് യാതൊരു രാഷ്ട്രീയപരമായിട്ടോ സെക്രട്ടറി പരമായിട്ടോ പ്രോഫിറ്റ് മേക്കിംഗ്, ഇതൊരു ലാഭം കൊയ്യുന്ന പ്രോസസ്സായിട്ടോ ഒന്നുമല്ല. ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് വിച്ച് എയ്ഡ്സ് ലീഗൽ അസിസ്റ്റൻസ്, പ്രൊട്ടക്ട്സ് ആൻഡ് പ്രൊമോട്ട്സ് ഹ്യൂമൻ റൈറ്റ്സ്. ഇതെന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷണവും അവകാശങ്ങളെ പറ്റിയുള്ള അവബോധവും ഒക്കെ വളരെ നോർമലായിട്ട് കൊടുക്കുന്ന ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ജനനീതി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫൗണ്ട് ചെയ്തത് 1992 ആണ്. നെക്സ്റ്റ് വൺ, ജനനീതി എയിംസ് അറ്റ് റാഡിക്കൽ ചേഞ്ചസ് ഇൻ സൊസൈറ്റി. ഇത് ജനനീതി ഉദ്ദേശിക്കുന്നത്, മെയിനായിട്ടും ജനനീതി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ കുറേ മാറ്റങ്ങളെ പറ്റിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? എനേബിളിംഗ് പീപ്പിൾ ടു ബിക്കം അവെയർ ഓഫ് ദെയർ ഇൻഹെറിന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സിവിൽ ലിബർട്ടീസ്. ജനങ്ങളെ അവർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്ന അവകാശങ്ങളെ പറ്റി ബോധവാന്മാരായിരിക്കണം. സോ ദേ മേ ലീവ് ഇൻ ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം, ഫ്രീ ഫ്രം ഫിയർ ആൻഡ് വാണ്ട് ഇൻ കൺസേൺസ് വിത്ത് ദ ട്രൂ dictates of humanity in its widest scope and dimension. അതായത് ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു ആദ്യം, അവർക്ക് നിയമത്തിലേക്ക് വരാനും നിയമത്തിന്റെ സാധ്യതകളെ പറ്റി അറിയാനും ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ് അവരുടെ ലൈഫിൽ സംഭവിച്ചാൽ they fear to question that the injustice. അതിന് കാരണം എന്താണ്? അവർക്ക് പേടിയാണ് അവർക്ക് തന്ന അന്യായം ചോദ്യം ചെയ്യാൻ. കാരണം they are not well know about the human law that ensure the protection of that people or that community. അപ്പോൾ അതായത് ആ ഒരു സമൂഹത്തിന് വേണ്ടി, അതായത് സാധാരണക്കാരുടെ ഇടയിൽ ഇരിക്കുന്ന ആ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ നിയമ പരിരക്ഷയെ പറ്റി അവരൊരിക്കലും ബോധവാന്മാരല്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? നിയമത്തിന്റെ സഹായം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നിയമത്തിന്റെ സഹായം ചോദിക്കാനായിട്ട്, അല്ലെങ്കിൽ നിയമത്തെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ അവർക്ക് പേടിയുണ്ടായിരിക്കും. കാരണം അവരുടെ അജ്ഞത കൊണ്ട്. അപ്പോൾ ജനനീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള അവബോധങ്ങൾ സാധാരണക്കാർക്ക് കൊടുക്കുകയും അവരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടുകയും അവർക്ക് നിയമത്തോടുള്ള ഒരു പേടി മാറ്റിക്കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. Is meant to defend the life, dignity, liberty and other fundamental rights of the defenses. It facilitates as a process of accessing justice governed by a democratic principle of law, focusing on the weak and vulnerable in society. സമൂഹത്തിലെ വളരെ ക്ഷയം അല്ലെങ്കിൽ ദൗർബല്യപ്പെട്ട അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള സമൂഹത്തിന് നിയമപരിരക്ഷ ഉറപ്പാക്കി കൊടുക്കുക, അതിനെപ്പറ്റി ബോധവാന്മാരാക്കുകയാണ് ജനനീതി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹാസ് എ ഫേം ബിലീഫ് ഇൻ ദാറ്റ് it is essential to use knowledge of law as a tool for vulnerable groups to able to understand the critique of the law, to familiarize themselves with the scope of their rights under the law, and eventually assert the rights as a means of taking action and bringing in change. സമൂഹത്തിൽ അവർക്ക് വേണ്ടുന്ന നിയമങ്ങൾ അവർക്ക് ഡിമാൻഡ് ചെയ്യാനും അതുവഴി സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനും ജനനീതി ശ്രമിക്കുന്നുണ്ട്. With this aim in view, Jananidhi started its own legal literacy program that aims to educate the maximum number of people and to help build the capacity from within communities so that they are in a position to educate others and more importantly challenge violations. അതായത് ജനനീതി അതിന്റെ സ്വന്തമായിട്ടുള്ള ശൈലിയിൽ ലീഗൽ ലിറ്ററസി പ്രോഗ്രാംസ് സാധിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആദ്യം ഫോക്കസ് ചെയ്തത് കൂടുതൽ ആളുകൾക്ക്, എത്രയോ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അവർ എയിം ചെയ്യുന്നത് ഈ ആളുകൾ വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക്, ബാക്കിയുള്ള അവരുടെ കമ്മ്യൂണിറ്റീസിൽ, ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു ആൾ ചെന്ന് വേഗം ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് പോയി നമ്മളൊരു കാര്യത്തെപ്പറ്റി നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പല പല
ഇത് വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന മൊത്തം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഭാഷ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജസ്റ്റേഴ്സ് പ്രശ്നമായിരിക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു നമ്മുടെ ആ ഒരു തിങ്കിങ് ലെവലിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തിങ്കിങ് ലെവലിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് ചിലപ്പോൾ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയില്ലെന്നൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജനനീതി മാക്സിമം ആളുകളെ, വളരെ റാൻഡം ആയിട്ടുള്ള ആൾ, ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വളരെ റാൻഡം ആയിട്ടുള്ള ആളുകളെയൊക്കെ സെലക്ട് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം അവർ ആദ്യം കൊടുത്തു. എന്നിട്ട് ഈ ആളുകളെ വെച്ച് അവരുടെ തന്നെ കൂട്ടത്തിലേക്ക് ഇവരെ ഇറക്കി വിട്ട് സാധാരണ രീതിയിൽ നോർമലായിട്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ തന്നെ ഒന്നോടെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ കമ്മ്യൂണിറ്റി ഫുൾ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്ന എവിടെയാണ്? ഇവരുടെ ഇടയിൽ ഒരു അന്യായം സംഭവിക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഈ വയലേഷൻസിനെ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ജനനീതി എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The service of Jananidhi is primarily intended for the victims of violence, corruption, and gender racial discrimination. The recipients of if it's legal literacy, however, both the victims and the stakeholders. They include women, children, small peasantry, labor unions, unorganized women groups like Kudumbasrees for self groups, non-governmental organization, community organization, police, service providers, clinical practitioners, media persons. അപ്പോൾ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇവര് ആദ്യം നിയമത്തിനെ പറ്റിയുള്ള ഒരു അവബോധം കൊടുക്കാൻ തിരഞ്ഞെടുത്ത, അതായത് പഠിപ്പിക്കാൻ വേണ്ടി ഇവർ തിരഞ്ഞെടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് പല പല രീതിയിൽ നിയമങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ട, അതായത് നീതി നിഷേധിക്കപ്പെട്ട പല ടൈപ്പ് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലപ്പോൾ ഒരു റേപ്പ് ചെയ്തപ്പെട്ട ഒരു വിമൻ ആവാം, അല്ലെങ്കിൽ ഒരു അബ്യൂസ്, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിൽ പിടിക്കപ്പെട്ട ഒരു, അല്ലെങ്കിൽ അതിന് വിധേയപ്പെട്ട ഒരു വിക്ടിം, ഒരു കുട്ടിയാവാം, അതല്ലെങ്കിൽ ഡവറി ആക്ഷന്റെ പേരിൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ട ഒരു ലേഡി ആവാം. അങ്ങനെ എല്ലാത്തിലും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കാതെ നീതി നഷ്ടപ്പെട്ട വിക്ടിംസുകളെയാണ് നമ്മുടെ ജനനീതി ആദ്യം ഫോക്കസ് ചെയ്തത്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇവരുമായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ജനനീതി കണ്ടുപിടിച്ച എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാം എന്ന് പറയുന്നത് കുടുംബശ്രീ വഴി, പോലീസ് വഴി, ക്ലിനിക്കൽ സൈക്കോളജി, മീഡിയ, ഇങ്ങനെയുള്ളവരെ വെച്ചിട്ടാണ് ജനനീതി ഇവരിലേക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ, ലീഗൽ ലിറ്ററസി പ്രോഗ്രാമിന്റെ എഡ്യൂക്കേഷൻ പർപ്പസ് ഫുള്ള് ഇവർ ഇന്റന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം അങ്ങനെയാണ് ജനനീതി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാം ഇവർക്ക് കൊടുത്തത്. The strength of Jananidhi lies in its profoundly rich personal resource. അതായത് ജനനീതി എന്ന് പറയുന്ന ആ ഒരു അവയർനെസ് പ്രോഗ്രാം വളരെ സ്ട്രെങ്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അതിലുള്ള പേഴ്സണൽ റിസോഴ്സ് ആണ്. കാരണം ഇവർ റാൻഡം ആയിട്ടാണ് ആളുകളെ സെലക്ട് ചെയ്തത്, റാൻഡം ആയിട്ടാണ് ആളുകൾക്ക് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുന്നത്. അവർ ഇന്നൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ആളുകളെ അല്ല ഇവർ സെലക്ട് ചെയ്തത്. എത്രത്തോളം ആളുകളെ ഇവർ ഈ ജനനീതി പ്രോഗ്രാമിലേക്ക് അവയർനെസ് ചെയ്യാൻ വേണ്ടി വിളിച്ചുവോ അത്രയും ആളുകൾ ഇതിൽ അവയർനെസ് ആയി. അപ്പോൾ ഈ പേഴ്സണൽ റിസോഴ്സ് വെച്ച് ഇതിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻക്ലൂഡ്, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് റിട്ടയർഡ് ജഡ്ജിമാരുണ്ട്, എമിനന്റ് ജൂറിസ്റ്റ് ഉണ്ട്, സക്സസ്ഫുൾ പ്രാക്ടീഷണേഴ്സ് ഇൻ കോർട്സ്, അതായത് കോടതികളിൽ വളരെ വിജയകരമായി വാദിച്ച് ജയിച്ചിട്ടുള്ള നമ്മുടെ വക്കീലന്മാരുണ്ട്, ലോ ടീച്ചേഴ്സ്, നിയമം പഠിപ്പിക്കുന്നവരുണ്ട്, ഹ്യൂമൻ റൈറ്റ് ഡിഫൻഡേഴ്സ്, മനുഷ്യാവകാശ സംരക്ഷണക്കാരുണ്ട്, റിസർച്ചേഴ്സ്, ഇതിനെപ്പറ്റി പഠിക്കുന്നവരുണ്ട്, സോഷ്യൽ ആക്ടിവിറ്റീസ്, സമൂഹത്തിൽ ആക്ടിവിറ്റി ആയിട്ട് എടുക്കുന്ന സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഓതേഴ്സ്, തിങ്കേഴ്സ്, ജേർണലിസ്റ്റ്, സിവിൽ സർവൻസ് ആൻഡ് സ്റ്റുഡൻറ് ഓഫ് ലോ ആൻഡ് സോഷ്യൽ സയൻസ്. ഇത്രയും ആളുകളാണ് ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള highly educated ആയിട്ടുള്ള people. The full-time staff of Jananidhi comprises of highly talented and deeply committed lawyers with experience of more than 5 years in dealing with people in difficult situations. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫുൾ ടൈം സ്റ്റാഫ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഒരു പരിരക്ഷയെ പറ്റി അറിയില്ലെങ്കിൽ വി ക്യാൻ ജസ്റ്റ് കോൺടാക്ട് വിത്ത് ജനനീതി. അതായത് ജനനീതി വെച്ച് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നമുക്ക് കിട്ടാതെ പോയ നീതി നമുക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഡീപ്ലി ടാലന്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ലോയേഴ്സ് ആണ്. അവർക്ക് മിനിമം 5 years എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ട്. അപ്പോൾ അവരെന്തായാലും ഈ സാധാരണ ജനങ്ങളെ അവരുടെ ഡിഫിക്കൽട്ട് ടൈമിൽ ഹെൽപ്പ് ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണ് ജനനീതിയിലുള്ള ഫുൾ ടൈം സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എവല്യൂഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ലീഗൽ ലിറ്ററസി. എങ്ങനെയാണ് ഈ ലീഗൽ ലിറ്ററസി എവല്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് ഫോർമേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. Originally, the term legal literacy was used to refer to an aspect of professional legal education. അതായത് നിയമത്തിന്റെ എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസം, നിയമത്തെ പറ്റി ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത്. To be legally literate means that too. അതായത് ലീഗലി ലിറ്ററേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
As a lawyer, we are capable of reading and writing legal arguments, briefs, opinions, judgments, legislation that contribute the body of law. അപ്പോൾ ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ അല്ലെങ്കിൽ ലോയറിൻ്റെ സ്ഥാനത്ത് നിന്ന് ലീഗൽ ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ നിയമം വായിക്കാൻ പഠിക്കുക, നിയമം അറിയാൻ പഠിക്കുക, ആർക്കൊക്കെ എന്തൊക്കെ നിയമങ്ങൾ വേണ്ടി വരും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും, അങ്ങനെയുള്ളതാണ് ലീഗൽ ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. ബൈ ആൻ ലോയർ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. The definition describes legal literacy as being literate in the law. In this sense, legal literacy is primarily a concern of legal writing programs in law schools that teach students to think and communicate like lawyers. അപ്പോൾ ഈ ഒരു ലീഗൽ ലിറ്ററസി എന്ന് പറയുന്ന അവയർനെസ് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് ലോയേഴ്സിനെ പോലെ തന്നെ സ്റ്റുഡൻസും തിങ്ക് ചെയ്യുക. ഒരാൾ ഒരു ഇൻജസ്റ്റിസ് വന്നാൽ അവിടെ ഏത് നിയമമാണ് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു ലോയർ അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റും അറിഞ്ഞിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. The ability to understand words used in the legal context, to draw conclusions from them and then use to those conclusions to action. അതായത് ലോ ആൻഡ് ഓർഡറിൽ കുറേ നൊട്ടേഷൻസ് അല്ലെങ്കിൽ കുറേ വേർഡ്സ് ഉണ്ട് ലീഗൽ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആ കോണ്ടെക്സ്റ്റ് വെച്ചാണ് നമ്മൾ കൺക്ലൂഷൻ ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അവെയർ ആയിട്ടിരിക്കുക. Legal literacy is a process of self and social empowerment that moves women not only to activate the rights they do have, but to redefine and reshape the inadequate ones as expressed in the law and practice. Next one, goals and objectives of the legal literacy education. So the concept of legal literacy suggests a number of goals to those who are interested in it. Chief among them are dissemination of information and increase of knowledge about law. അതായത് ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എയിംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇൻക്രീസ് ഓഫ് നോളജ് എബൌട്ട് ലോ. നിയമത്തെപ്പറ്റി കൂടുതലായിട്ട് അറിവുകൾ അറിയുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അവരുടെ ആ ഒരു ഇൻക്രീസ് അതായത് കൂടുതൽ അറിയുക നിയമത്തെപ്പറ്റി, അതാണ് ഇവരുടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എംപവർമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ടു മേക്ക് ആക്റ്റീവ് യൂസ് ഓഫ് ലോ, സപ്പോർട്ട് ഫോർ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഓഫ് ലോ. This may be described as the educational competency and critical goals of the legal literacy. അതായത് നിയമത്തെപ്പറ്റി കൂടുതൽ അറിയുന്നത് വഴി നിയമം കൂടുതൽ ഡിമാൻഡ് ചെയ്യുക, നിയമത്തിൻ്റെ പരിരക്ഷ കൂടുതൽ ഡിമാൻഡ് ചെയ്യുക, നിയമം പല പല സാഹചര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, അതിനെ കൺസ്ട്രക്റ്റീവായിട്ടൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുക, ഈ ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പോകുന്നത്. So the educational goal of legal literacy has been most prominent and is often linked to wider programs promoting basic literacy. എഡ്യൂക്കേഷണൽ ലിറ്ററസിക്ക് ഇല്ലീഗൽ ലിറ്ററസിക്ക് അത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ ചെറുപ്പം മുതൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇതിനെപ്പറ്റി എല്ലാ ലോ ആൻഡ് ഓർഡറെ പറ്റി നമ്മൾ പെട്ടെന്ന് സഡൻലി നമ്മൾ കേൾക്കുമ്പോൾ വി വോണ്ട് ഏബിൾ ടു എക്സ്പെക്ട് ഓൾ ദ തിങ്സ് വാട്ട് വി ഡിസ്കസ്ഡ് ഇറ്റ്. സോ നമ്മൾ വളരെ ചെറുപ്പം മുതൽ വളരെ ഘട്ടമായിട്ട് എന്ത് ചെയ്യുക, നിയമത്തിനെ പറ്റി കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇറ്റ്സ് ജസ്റ്റ് ബിക്കം എ പാർട്ട് ഓഫ് ഒരു സിലബസിൻ്റെ പാർട്ടായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ ബേസിക് ലെവൽ മുതൽ ഓരോ സ്റ്റേജ് കുഞ്ഞ് കയറി പോകുമ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കയറ്റിവിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും, ലോ ആൻഡ് ഓർഡറിനെ പറ്റി ഒരു അവയർനെസ് കിട്ടും. The idea of public legal education or community legal education, as it's sometimes called, has attracted legal professionals and others interested in promoting legal literacy for many years. So public legal education ചെയ്യാനായിട്ട് ഇന്ന ആൾക്കാർ വേണമെന്നില്ല. ഇതിപ്പോൾ ലോയേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കും ഇത് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം. എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് ദെയർ ലീഗൽ റൈറ്റ്സ് ആൻഡ് responsibilities has often been a public service provided by pro bono without charge for the sake of public interest by practicing law students and have done so in conjunction with the legal clinics attached to law schools. അതായത് ഇതിൻ്റെ ഒരു ആവശ്യകത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയിം എന്നായിട്ട് നമുക്ക് എന്ത് പറ്റും, വളരെ പ്രോ ബോൺ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഈ ചാർജസ് ഒന്നും വാങ്ങിക്കാതെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീഗൽ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് ആർക്കൊക്കെ പ്രൊമോട്ട് ചെയ്യാം, ഇത് ലോ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്യാൻ, ലോ സ്റ്റുഡൻസിന് പഠിക്കാം, അല്ലെങ്കിൽ കറൻ്റ് വർക്ക് ചെയ്യുന്ന ലോയേഴ്സിന് പഠിപ്പിക്കാം, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ലോയേഴ്സിന് പഠിപ്പിക്കാം. അങ്ങനെ ആർക്ക് വേണമെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, സാധാരണക്കാരിലേക്ക് ഇത് ലീഗൽ എയ്ഡ് കൊടുക്കാം. Community and public service agencies also have been active educators for legal literacy, hosting people publishing legal information pamphlets. അതായത് ഇതുപോലെ തന്നെയുള്ള സംഘടനകൾക്കും
പിന്നെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻസിനും അല്ലെങ്കിൽ പൊതുജന താല്പര്യാർത്ഥം നടത്തുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്, ഒരുപാട് ഏജൻസികളുണ്ട്. അവരും എന്ത് ചെയ്യാം, അവരും ഇതുപോലെ ലീഗൽ എയ്ഡ് വളരെ ഫ്രീ ആയിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ. So in the main types എന്ന് പറയുന്നത് safety, environment, right to information, right of destitute of women and children, right of senior citizens, right to education, etc. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പറഞ്ഞത് ജനനീതിയെ പറ്റിയായിരുന്നു. പക്ഷേ ഇനി ഒരു നാഷണൽ ലീഗൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു മിഷൻ തന്നെ ഇവർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ലോസ് എന്ന് പറയുന്നത് സേഫ്റ്റി, ഒരു വ്യക്തിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്. ലോ ഫോർ എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷണത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി എന്തൊക്കെ ലോ ആൻഡ് ഓർഡർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് അറിയാൻ, നമ്മൾക്ക് ഒരാളെ പറ്റി നമ്മൾ വിവരാവകാശ നിയമം എന്നൊക്കെ പറയുമല്ലോ, ആ നിയമം എന്താണ്. റൈറ്റ് ടു ഡെസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കും അബ്യൂസിനും എന്തൊക്കെ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. റൈറ്റ് ടു സീനിയർ സിറ്റിസൺസ്, നമ്മുടെ രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ലോ കൊടുക്കുന്നുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, എല്ലാ വ്യക്തികൾക്കും ലോ ആൻഡ് ഓർഡർ പ്രകാരം ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസവും വേണമെങ്കിലും സ്വീകരിക്കാം. അതൊരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും തുല്യതയാണ്. The national legal literacy will succeed if each citizen participate with enthusiasm to being people's movement. Next, എന്താണ് നാഷണൽ ലീഗൽ ലിറ്ററസി മിഷൻ? Is formulated by National Plan of Action on Spreading Legal Literacy across the country and launched the National Legal Literacy Mission for a period of 5 years, that is 2005 to 9, at the national level in Delhi on the 6th day of March 2006, in the presence of Honorable Prime Minister of India, the Honorable Chief Justice of India, and the Honorable Union Minister of Law and Justice. നാഷണൽ ലീഗൽ ലിറ്ററസി മിഷൻ എന്ന് പറയുന്നത് 2005 മുതൽ 2009 വരെ നടപ്പാക്കുന്ന ഒരു 5 വർഷത്തെയുള്ള പീരീഡ് ഓഫ് ഇതിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ഈ പ്രോഗ്രാമിന് സാങ്ഷൻ കൊടുത്തത് 2006 മാർച്ച് 6-ാം തീയതിയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ദ ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ഇത്രയും ആളുകൾ കൂടിയാണ് ഈ നാഷണൽ ലീഗൽ ലിറ്ററസി മിഷന് ഫോമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കുന്നത്. There is a lack of awareness amongst the general public about the free legal service being provided to them under the Legal Service Authorities Act 1987. The objective of the mission is to organize legal literacy campaign all the level to achieve maximum benefit in the given period of 5 years. 5 വർഷത്തിനുള്ളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലോ ആൻഡ് ഓർഡർ 1987 പറയുന്ന ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് പ്രകാരം ഒരാൾക്ക് വളരെ ഫ്രീ ആയിട്ട്, വളരെ സൗജന്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് അവബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാഷണൽ ലീഗൽ ലിറ്ററസി മിഷൻ ഫോമുലേറ്റ് ചെയ്തത്. The purpose of the mission is to visualize knowledge through the legal education that lends dignity to the people. നമ്മുടെ ആൾക്കാരുടെ അന്തസ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. The mission aims at the education on legal rights, constitutional obligation, a right to information on the benefits of legal aid and system of accessing legal aid through the legal service authorities. By taking law to the masses through informal learning technique, the legal education to be imparted will help in raising the consciousness of the citizen and thereby make justice accessible and affordable to the people. അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സൗജന്യമായി നിയമത്തിന്റെ പരിരക്ഷ പല മേഖലകളിൽ, വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ, സ്ത്രീകളുടെ പരിരക്ഷയ്ക്കായിക്കോട്ടെ, ട്രൈബ്സിന്റെ വികസനത്തിനായിക്കോട്ടെ, അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങൾ വളരെ സൗജന്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു നാഷണൽ ലീഗൽ ലിറ്ററസി മിഷന്റെ ഇതെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? The main features of National Legal Literacy Mission are to achieve 100% legal literacy. 100% legal literacy achieve ചെയ്യുക എന്നായിരുന്നു first one. Second one, to target the most disadvantaged, distraught, disintegrated, vulnerable and victimized populations first and progress further in the grassroots level. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വളരെയധികം സമൂഹത്തിൽ പിന്നോക്കം നിന്നിരുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക്, വൾണറബിൾ ഗ്രൂപ്പുകൾക്ക് ഇതിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. To prepare state specific plan
of actions or for implementation of objective of the mission. ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻസ് ഉണ്ടായിരുന്നു ഈ മിഷന്റെ ഒബ്ജക്റ്റീവ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. To undertake survey, research, documentation drive, social investigation reporting, and social audit as a learning exercise of people's program grievances and to understand the nature of the redressal required. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ പ്രോബ്ലംസ് അവെയർ ചെയ്യുക, അത് പല രീതിയിൽ ഡോക്യുമെന്റ് തയ്യാറായിട്ടോ സർവേ ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ ഇൻവെസ്റ്റിംഗ് റിപ്പോർട്ടിംഗ് ആയിട്ടോ പല രീതിയിലും ഇങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ സംഘടിപ്പിക്കുക. To sensitize the judicial officers to people's cause, particularly to that of women and children, Dalit and minorities, tribal and such other most vulnerable groups, as well as persons in custody in addition to implementation of the acts pertaining to mentally and physically challenged, the destitute and beggars, the orphans and neglected citizens, the abandoned elderly citizen, the discrimination of in case of any caste, communal violence, disaster and or disease outbreak. ഈ ഇഷ്യൂസിൽ കൂടുതലായിട്ട് സെൻസിറ്റൈസ് ചെയ്തതിനായിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, മൈനോറിറ്റീസ് താഴ്ന്ന ജാതിക്കാർ, ട്രൈബൽസ്, പിന്നെ കസ്റ്റഡി അഡീഷൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ആക്ട് പല രീതിയിൽ സാധാരണക്കാർ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നവർ, മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ, ഭിക്ഷ യാചിക്കുന്നവർ, അനാഥര്, നിരോധിക്കപ്പെട്ട പൗരന്മാർ, മുതിർന്ന ബാൻ ചെയ്യപ്പെട്ട മുതിർന്ന പൗരന്മാർ, ഡിസ്ക്രിമിനേഷൻ ഓഫ് ഇൻ കേസ് ഓഫ് എനി കാസ്റ്റ് ജാതിയുടെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഫോക്കസ് ചെയ്തായിരുന്നു നാഷണൽ ലീഗൽ ലിറ്ററസി മിഷന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. In line with the directives of the National Legal Literacy Mission, state-specific plan of action for implementation of being prepared have been estimated cost of rupees 71.23 lakh and the activities as per guidance of are in progress to achieve the goal. 71 lakhs ഇതിന് ഒരു ടാർഗറ്റ് ഇട്ടാണ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ അവയർനെസ് പ്രോഗ്രാം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. Then last one, need for legal literacy. legal literacyയുടെ നീഡ്, ആവശ്യകത എന്താണ്? ഫൈറ്റിംഗ് ഇൻജസ്റ്റിസ് ആൻഡ് വുമൺ എംപവർമെന്റ്. അതായത് it is through awareness of the laws and objectives served to by them that the citizen, particularly marginalized or unprivileged groups, can obtain the benefits that law seeks to offer them. അപ്പോൾ ഈ ഫൈറ്റിംഗ് ഇൻജസ്റ്റിസ് ആൻഡ് വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയായിട്ട് ഒരുപാട് നിയമപരിരക്ഷകൾ നൽകാതെ വരുന്നുണ്ട്. നീതി ലഭിക്കാത്ത ഒരുപാട് വിക്ടിംസ് അല്ലെങ്കിൽ ഒരുപാട് സർവൈവേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇതിന്റെ ഒരു ആവശ്യകത, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് taking into consideration to the present scenario the issues like empowerment of women make them aware of the rights which they can use to fight injustice becomes a distant dream in absence of legal literacy. അതായത് പണ്ട് സമയങ്ങളിൽ ലീഗൽ ലിറ്ററസിയുടെ പ്രോഗ്രാം ഇത്രയും റെലവെന്റ് ആവുന്നതിന് മുന്നേ തന്നെ പല വിക്ടിംസും പല സർവേഴ്സും they fear to focus or fear to face the law and order for their safety. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നില്ലായിരുന്നു, പേടിച്ചിട്ട് നിയമത്തിലേക്ക് പല കാര്യങ്ങളും നിയമത്തിന്റെ സഹായം പോലും അവർ ചോദിക്കുന്നില്ല. കാരണം ഇത് ഒരു കേസ് കൊടുക്കാൻ വരെ അവരെന്ത് ചെയ്യുന്നു, അവർ വിമുഖത കാണിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ അവർക്കാണ് എന്ത് ഈ ലീഗൽ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഏറ്റവും ആവശ്യകത വരുന്നത്. Honorable Mr. Justice Kabir has aptly remarked that lack of awareness and education are the main causes of injustice being met out to the marginalized population, especially women. അപ്പോൾ അവർ പറയുന്നത്, കബീർ എന്ന് പറയുന്ന ജസ്റ്റിസ് പറയുന്നത്, ഈ നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാത്ത സാധാരണ സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിമുഖത കാണിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഒരിക്കലും ആ ഒരു സർവൈവർ ആയിട്ട് അല്ലെങ്കിൽ വിക്ടിം ആയിട്ട് ഇരിക്കുകയല്ല, ഒതുങ്ങിപ്പോകാതെ അവർക്ക് വേണ്ടുന്ന ഡിമാൻഡ് ഓഫ് ജസ്റ്റിസ് അവർ ഡിമാൻഡ് ചെയ്ത് മേടിക്കുകയാണ് ചെയ്യുന്നത്. Similar observation has been made by Honorable Mr. Justice Pradeep Kumar, the Judge of the High Court of Jharkhand. He emphasized upon the women's need to be aware about the laws that safeguarding their interest so that they can approach the right authorities with their order to ensure quick justice. അപ്പോൾ ഇതേ സെയിം കാര്യം തന്നെയാണ് ജസ്റ്റിസ് പ്രദീപ് കുമാർ സാർ നമ്മളോട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്ത് വന്നാലും എന്തായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമത്തെ പറ്റി ഒരു ബോധം നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ സ്കോപ്പ് of rights and challenging their
വയലേഷൻസ്, അതായത് നമ്മളുടെ അവകാശങ്ങളുടെ സാധ്യത എത്രത്തോളമാണോ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾക്ക് എന്തെങ്കിലും നിയമത്തിൽ നിന്നുള്ള ഒരു അന്യായം നമുക്ക് സംഭവിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാനും നമ്മൾ എന്ത് സഹായിക്കുന്നു, ഈ നാഷണൽ ലീഗൽ ലിറ്ററസി മിഷൻ വെച്ച് സഹായിക്കുന്നു. വായിക്കാം. Legal literacy is essential as it's the knowledge of law that can be used as a tool by vulnerable groups to understand and evaluate the law, to get acquainted with the scope of their rights under the law, and get their rights enforced by taking action and bringing the legal machinery into force. Knowing the rights, the people can challenge violations thereof. Article 39A of the Constitution of India directs the states to provide free legal aid with the aid of the suitable legislation or schemes. It is the awareness of rights and duties that makes the delivery of justice and balancing of various interests at any easy task. Next one, transparency and accountability in the governance. അപ്പോൾ നമ്മൾ നിയമത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു മൂടൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ക്ലിയർ ഇല്ലായ്മ അതെന്ത് ചെയ്യുന്നു, അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും. അതാണ് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ആ ഒരു ട്രാൻസ്പെറൻസി, ഗവൺമെന്റുമായിട്ട് നമുക്ക് ആ ലോ ആൻഡ് ഓർഡറിൽ നമുക്ക് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. യാതൊരു മൂടലുകളൊന്നുമില്ല. നമ്മൾ ഇതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കുമ്പോൾ, നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അറിവില്ലായിരുന്നെങ്കിൽ നമുക്ക് ഗവൺമെന്റിനെ സമീപിക്കാനും അതിനുമായിട്ടൊരു ചലഞ്ച് ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇൻഫർമേഷനെ പറ്റി, ലോ ആൻഡ് ഓർഡറിനെ പറ്റി നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റുമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസുമായിട്ട് നമ്മൾക്കൊരു ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. Growing legal literacy opens the gate for a transparent and accountable government truly based on the rule of the law. നിയമത്തിന്റെ എന്താണോ പറയുന്നത് അതിന്റെ കറക്റ്റ് എക്സാക്ട് ട്രാൻസ്പെറൻസി നമുക്ക് ഫീൽ ചെയ്യും. It is the awareness about rights, governance and state obligations that has contributed to the changed attitude of the masses, resulting in demand for justice and accountability from the government. In this regard, the contributions made by the renowned NGO Multiple Action Research Group is acclaimed. Undertaking the projects like had played its due role in achieving the goal of legal literacy. Next one, empowering the poor. സാധാരണ ആൾക്കാരെ എംപവർ ചെയ്യാനായിട്ടാണ് നാഷണൽ ലീഗൽ ലിറ്ററസി മിഷന്റെ ആവശ്യകത എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്കാണ് എന്ത് സംഭവിക്കേണ്ടത്, നീതി നടപ്പാക്കി കൊടുക്കേണ്ടത്. കാരണം അവർക്കാണ് ഇതിനെ പറ്റിയുള്ള പേടിയും ഇതിനെ പറ്റിയുള്ള അജ്ഞതയും ഉള്ളത്. അവർക്ക് സ്വാധീനിക്കാൻ പണമോ സ്വാധീനിക്കാൻ വലിയ വലിയ വ്യക്തിബന്ധങ്ങളോ ഒന്നുമില്ലാത്ത സാധാ ജനങ്ങൾക്ക് എംപവർ ചെയ്യാനായിട്ടാണ് നാഷണൽ ലീഗൽ ലിറ്ററസി മിഷന്റെ ആവശ്യകത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the legal system of the nation has a big share in the empowerment of poor people as it confers upon them rights, powers, privileges and immunities along with a strong judicial system that can give effect to these legal entitlements. ഇവര് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ നിയമത്തെ ഇവർ വിശ്വസിക്കണം. They trust the law and order of the Constitution of India. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരിലേക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുള്ളൂ. അവർ ഇതിനെപ്പറ്റി അവയർനെസ് ആയാൽ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യും, they know what's the law and order initiated for their protection. അങ്ങനെ അവർ തിരിച്ചറിവ് കിട്ടിക്കഴിയുമ്പോൾ അവർ ലോ ആൻഡ് ഓർഡർ മനസ്സിലാക്കുകയും ലോയിൽ നീതിന്യായ വ്യവസ്ഥിതിയിൽ വിശ്വാസം വെക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വാസം വെക്കുമ്പോഴാണ് അവർക്കെതിരായി വരുന്ന ഒരു അന്യായത്തെ അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാനായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിനെ എംപവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. The object empowerment cannot see the lights unless the target group are made aware of their entitlements in a legal system. Taking the note of the step to that end in the international arena in 2005, the United Nations Development Programme hosted the Commission on Legal Empowerment of Poor. The Commission realized that lack of understanding of legal rights and serves as a barrier across the access to justice for the poor. സാധാരണ ആൾക്കാർക്ക് വേണ്ടിയാണ് എല്ലാ വ്യവസ്ഥകളും, ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഇത് ലീഗൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് അവയർനെസ് പ്രോഗ്രാമുകളുണ്ട്. ദിശയുണ്ട്, ജനനീതിയുണ്ട്, നാഷണൽ ലീഗൽ ലിറ്ററസി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇത്രയും ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തെ പറ്റിയുള്ള അറിയാനായിട്ട്, നിയമത്തിൻ്റെ ലിറ്ററസി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇന്ന് കൊടുക്കുന്നുണ്ട്.
ഒരിടയ്ക്ക് മുതിർന്ന ആളുകളിലേക്ക് അവയർനെസ് പ്രോഗ്രാം ആയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് സ്കൂൾ ലെവൽ മുതൽ ബേസിക് ലെവൽ മുതൽ കുട്ടികൾ നിയമം പഠിച്ചു തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ആവശ്യകത അവരെല്ലാ തരത്തിലുള്ള നിയമങ്ങളെയും പറ്റി ബോധവാന്മാരായിരിക്കണം. അവർ നിയമത്തെപ്പറ്റി ബോധവാന്മാരാണെങ്കിൽ മാത്രമേ നാളെ അവരുടെ മുന്നിൽ നടക്കുന്ന കൺമുമ്പിൽ നടക്കുന്ന ഒരു അന്യായത്തെ അവർക്ക് ഡയറക്റ്റ് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ലീഗൽ ലിറ്ററസിയെ പറ്റി ഒരു അവയർനെസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ലീഗൽ ലിറ്ററസിയിലേക്കാണ് പോകുന്നത്. ആസ് ഒരു കോമൺ മാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലോസും കാര്യങ്ങളുമാണ് ഇന്ന് മെയിനായിട്ട്. ഫസ്റ്റ് തന്നെ ഫോർ ചിൽഡ്രൻ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് ആക്ട് 1975 1975 2 ഒക്ടോബറിൽ നിലവിൽ വന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് ആക്ട് ICDS. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എയിം എന്ന് പറഞ്ഞാൽ 6 വയസ്സ് വരെ കുട്ടികൾക്ക് അവർക്ക് നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. ഇത് മെയിൻലി നടത്തുന്നത് അംഗൻവാടികൾ വഴിയാണ്. എന്തിനു വേണ്ടിയാണ്? കുട്ടികൾക്ക് നല്ല സൈക്കോളജിക്കലും അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് വേണ്ടി. അടുത്തത് ചൈൽഡ് ലൈൻ ഫൗണ്ടേഷൻ ആക്ട് CIF എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ചൈൽഡ് ലൈൻ ഫൗണ്ടേഷൻ. ഇത് മെയിൻലി ഒരു പേരൻറ്റ് ഓർഗനൈസേഷനാണ്. കുട്ടികളുടെ പ്രോബ്ലം ഒരു അതോറിറ്റീസിനെ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് ചൈൽഡ് ലൈൻ ഫൗണ്ടേഷൻ ആക്ട്. അവർക്ക് 1098 എന്ന് പറയുന്ന ഒരു ചൈൽഡ് ലൈൻ നമ്പറും കൂടിയുണ്ട്. അത് ഓൾ ഓവർ അറൗണ്ട് ദ കൺട്രി, രാജ്യം മുഴുവനും 365 ദിവസവും 24 മണിക്കൂറും അത് വർക്കാവുന്നുണ്ട്. അടുത്ത് ചൈൽഡ് ലേബർ ആക്ട് 1986 നിലവിൽ വന്നത്. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്, അല്ലെങ്കിൽ അത് ചൈൽഡ് ലേബറിന് കീഴിൽ വരും. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ചൈൽഡ് ലേബറിന് അറസ്റ്റ് ആവുകയാണെങ്കിൽ അദ്ദേഹം ഫസ്റ്റ് തന്നെ പെനാൽറ്റി കെട്ടണം, അല്ലെങ്കിൽ 3 മാസം മുതൽ 1 വർഷം വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ 10,000 to 2,000 ആയിരിക്കും. സെക്കൻഡ് ടൈം 6 months to 2 years ആയിരിക്കും. അടുത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 86th കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ 2002 നിലവിൽ വന്നാണ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞത്. 21A ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഇതെന്താണ്? കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ടും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നൊരു എയിം കൊണ്ടാണ്. ഫ്രീ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ കൊണ്ട് ഒരു തരത്തിലുള്ളൊരു ഫീ, ട്യൂഷൻ ഫീ ആയോ യൂണിഫോം ഫീ ആയോ ബുക്ക് ഫീ ആയിട്ടോ വാങ്ങിക്കരുത്. അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 നിലവിൽ വന്നാണ് ചൈൽഡ് മാരേജ് ആക്ട്. അത് ഫോഴ്സിൽ വന്നത് 2007 November 1 ഈ ഒരു ആക്ട് മെയിൻലി ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ചൈൽഡ് മാരേജിന് ഇരയായപ്പെട്ട വിക്ടിംസിന് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഒക്ടോബർ 2017 സുപ്രീം കോർട്ട് എന്താണ് ക്രിമിനലൈസിങ് സെക്സ് വിത്ത് ചൈൽഡ് മാരേജ് ഒരു ക്രിമിനലൈസ് കുറ്റമായിട്ട് പരാമർശിച്ചു. 2021 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ബിൽ 2021 മാരേജിൻ്റെ അതായത് വിവാഹപ്രായം സ്ത്രീകളിൽ 21 വയസ്സായി കൂട്ടി. അത് 21 December 2021 നിലവിൽ വരികയും ചെയ്യും. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 സെക്ഷൽ അബ്യൂസ് ലോ in India have been enacted as a part of child protection policies in India. കുട്ടികൾക്ക് എതിരായിട്ടുള്ള സെക്ഷൽ അബ്യൂസിന് വന്നൊരു നിയമമാണ് പോക്സോ നിയമം. അത് കുട്ടികളിൽ ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് നിലവിൽ വന്നത്. 2011 ഈ ലോ ഫോം ചെയ്തത്. 2012 ഇത് ഫോം ചെയ്തു. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് ഇത് പാസ് ഔട്ട് ആക്കിയത്. കുട്ടികൾക്ക്, അതായത് ഈ ഒരു വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫുൾ ജുഡീഷ്യൽ പ്രോസസ്സിൽ പ്രൊട്ടക്ഷൻ നൽകുകയും അതേപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, അതിനെല്ലാം കുട്ടികളെ സേഫാക്കുകയും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാനാണ്. അടുത്ത വുമൺ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 നിലവിൽ വന്നതാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. അത് 304B and 498A ഓഫ് ദ പീനൽ കോഡിൻ്റെ കീഴിലാണ് വരുന്നത്. Dowry Prohibit Act of 1961 defines dowry as
Dowry means a property or valuable security given or agreed to be given either directly or indirectly by one party in marriage to other party in marriage, by the parents of either party to marriage or any other person to either party to marriage or any other person. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 6 വർഷത്തേക്ക് തടവാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 നിലവിൽ വന്നാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ്. പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ആണ് സ്ത്രീകളെ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ലോ നിലവിൽ വന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് 26 ഒക്ടോബർ 2006 ഇത് എൻഫോഴ്സിൽ വന്നു. സ്ത്രീകൾക്ക് എതിരെയായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ്, അതിപ്പോൾ എന്ത് തരത്തിലുള്ള വയലൻസ്, ഫിസിക്കൽ വയലൻസ് ആവാം, സൈക്കോളജിക്കൽ വയലൻസ് ആവാം, ഇമോഷണൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, എക്കണോമിക് അബ്യൂസ്, ഇതെല്ലാം ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കീഴിലാണ്. പേഴ്സൺസിന് ഷെൽട്ടർ ഹോംസ്, മെഡിക്കൽ ഫെസിലിറ്റി ഗവൺമെൻറ് ഒഫീഷ്യൽസിൽ നിന്ന് നേടാം. അടുത്ത സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റീഡ്രസൽ ആക്ട് 2013. സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് 2013 നിലവിൽ വന്നത്. അത് ലോക്സഭ 3 സെപ്റ്റംബർ 2012 പാസ്സാക്കി, രാജ്യസഭ 26 ഫെബ്രുവരി 2013 പാസ്സാക്കി, 9 ഡിസംബർ 2013 ഇത് നിലവിൽ വന്നത്. വർക്ക് പ്ലേസസിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് സെക്ഷൽ ഹരാസ്മെൻറ്റിന് എതിരെ വേണ്ടി നിലവിൽ വന്ന ഒരു ലോ ആണ്. ഇതിൽ എല്ലാ ടൈപ്സ് ഓഫ്, നമ്മളൊരു കമൻട്രി ആയിട്ട് പറയുന്നത്, ഫിസിക്കൽ ടച്ച്, സെക്ഷൽ ജോക്സ്, അതുപോലെ തന്നെ ഡിഗ്രേഡിങ് പിക്ചേഴ്സ്, ഇതെല്ലാം ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ഇവിടെ കൂട്ടുന്നു. ത്രൂ ദ ക്രിമിനൽ ലോ Act 2013, Section 354A was added to the Penal Code and stipulates what consists of sexual harassment offence and what his penalty shall be for a man committing such an offence. ഇംപ്രിസൺമെൻറ്റും ഫൈനുമാണ് ഇതിനുള്ള ശിക്ഷ. അടുത്തത് ഓൾഡ് സിറ്റിസൺ, മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ പേരൻറ്റ് സിറ്റിസൺ സീനിയർ സിറ്റിസൺ ആക്ട് 2007. മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ആൻഡ് പേരൻറ്റ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 നിലവിൽ വന്നതാണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇത് കൊണ്ടുവന്നത്. ഓൾഡ് സിറ്റിസണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് സീനിയർ സിറ്റിസണിൻ്റെ മെയിൻ്റനൻസിന് മന്ത്ലി അലവൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് മെയിൻലി ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് 13 ജാനുവരിയിൽ നാഷണൽ പോളിസീസ് ഓൾഡ് പേഴ്സണെ കൊണ്ടുവന്നു. അവർക്ക് പെൻഷൻ ഫണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് ഓൾഡ് ഏജ് ഹോം, റിസോഴ്സ് സെൻറ്റർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ബ്യൂറോസ് ഫോർ പീപ്പിൾ അബവ് 60 years. Former Prime Minister Annapurna Yojana for benefits of aged person. Under this Yojana, unattended aged persons are being given 10 kilo of food every month. Attempt to line discourage social according to section 88B and 88D of income tax, there are discount tax for early persons. ടാക്സിനൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ അർബൻ റൂറൽ ഏരിയാസിലാണെങ്കിൽ അവർക്ക് 10% അലോട്ട്മെൻറ്റ് ഉണ്ട് ലോണൊക്കെ കിട്ടാൻ വേണ്ടി. അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ് എന്താണ്, സെൽഫ് സെറ്റിൽമെൻറ്റ് ഓഫ് പെൻഷൻ, പ്രൊവൈഡ് ഫണ്ട് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾഡ് സിറ്റിസണ്. അടുത്ത ഫോർ ഡിസേബിൾ വൺ, ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് 2016 പാസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. അത് ഇന്ത്യയിൽ റാറ്റിഫൈ ചെയ്തത് 2007. അത് 1995 പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഡിസേബിൾ പീപ്പിൾസിൽ ഗ്യാരൻറ്റി ചെയ്തിരിക്കുന്ന കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അതായത് the constitution secure to citizen including the disabled for right to justice, liberty, thought, expression, belief, faith and worship, equality of status and opportunity for the promotion of fraternity. Definition of term disabled person, any person unable to ensure himself or herself wholly or partly necessity of normal individual and social life as a result of deficiency either cognition or not in his or her physical and mental കേപ്പബിലിറ്റീസ്. ഇതാണ് ഡെഫിനേഷനായിട്ട് പറയുന്നത്. അവർക്ക് റൈറ്റ് ടു മെഡിക്കൽ, സൈക്കോളജിക്കൽ, ഫങ്ഷണൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എക്കണോമിക്കലും സോഷ്യൽ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുക, സെൽഫ് റിയലയൻസ് എനേബിൾ ചെയ്യുക, അതേപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്ങിന് അവർക്കൊരു പാർട്ടാവാൻ റൈറ്റാണ് അവരുടെ. അടുത്ത ലേബേഴ്സ്.
The Payment of Wages Act 1936. ദ മിനിമം വേജസ് ആക്ട് 1936 വന്നതാണ്. അതായത് ഗവൺമെൻറ് തന്നെ ഒരു കൊണ്ടുവന്ന ലോ ആണ്. അതായത് എല്ലാ ലേബേഴ്സിനും ഒരു മിനിമം ആയിട്ടുള്ള ഒരു വേജസ് നൽകുകയും അവരുടെ വർക്കിംഗ് അവേഴ്സ് 40 hours ആക്കുകയാണ്. അതായത് 9 hours a day ഇൻക്ലൂഡിങ് ആൻ അവർ ഓഫ് ബ്രേക്ക് ആണ്. അതുപോലെ ഓവർ ടൈം ഇസ് സ്ട്രോങ്ലി ഡിസ്കറേജ് വിത്ത് എ പ്രീമിയം ഓർ ഓവർ ടൈം ബീങ് 100% ഓഫ് ടോട്ടൽ വേജ്. The Payment of Wage Act 1936 പറയുന്നത് വേജസ് എന്നാണ് എവറി മന്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയോ ബാങ്ക് വഴിയോ പോസ്റ്റൽ കാർഡ് വഴിയോ അവർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 2017 വന്നു. ഫീമെയിൽ എംപ്ലോയീസ്, എല്ലാ കമ്പനിയിലെ ഫീമെയിൽ എംപ്ലോയീസിനും 6 മാസത്തേക്ക് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ളൊരു മെറ്റേണിറ്റി ലീവ് എടുക്കാനും അതേപോലെ തന്നെ 6 വീക്ക് ഓഫ് പെയ്ഡ് ലീവ്, മിസ്കാരേജ് എന്തെങ്കിലും മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഉണ്ടായാലും അവർക്ക് 6 ആഴ്ചത്തേക്കുള്ള പെയ്ഡ് ലീവ് എടുക്കാനും സാധിക്കും. അടുത്തത് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 നിലവിൽ വന്നാണ് ദ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്. ഇത് എംപ്ലോയീസിന് അവരുടെ സാലറീനെ അപ്പാർട്ട് ചെയ്തിട്ട് ഒരു വേജസ് കൊടുക്കുകയാണ്. അതൊരു മന്തിൽ ഫിക്സ്ഡ് ആയിരിക്കും. ബോണസ് പേയ്മെൻറ്റ് ആനുവൽ ടേൺ ഓവർ, അഡീഷണൽ കസ്റ്റമേഴ്സ് അക്യൂട്ട്, കറണ്ട് വാല്യൂ ഓഫ് ദ സ്റ്റോക്കിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓഫ് ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ. ബോണസ് പേയ്മെൻറ്റ് എന്താണ് ആളുകൾ കുറച്ചുകൂടി ജോലി ചെയ്യാനും നല്ല ആത്മാർത്ഥയോടെ ജോലി ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റും മോട്ടിവേഷനും കൊടുക്കും. ഇത് എയിം ചെയ്തിട്ടാണ് ദ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 നിലവിൽ വന്നത്. ഫോർ ട്രാൻസ്ജെൻഡേഴ്സ്, ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആക്ട് 2019 ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആക്ട് നിലവിൽ വന്നു. ഈ ഒരു ആക്ട് മെയിൻലി നോക്കുന്നത് പ്രൊഹിബിഷൻ ഓഫ് അവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ, അത് എഡ്യൂക്കേഷൻ ഫീൽഡായാലും എംപ്ലോയ്മെൻറ്റ് ഫീൽഡ്, ഹെൽത്ത് കെയർ, holding or disposing property, holding public or private offices and access of use public service and benefits. ഇവിടെയെല്ലാം അവർക്ക് എന്താണ് അവരുടെ ഒരു റൈറ്റ്, അവരുടെ ഒരു ഐഡൻറ്റിറ്റിക്ക് ഒരു റൈറ്റ് ഉണ്ട്, അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു കാര്യമാണ്. 2014 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ ദ കേസ് ഓഫ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി യൂണിയൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ഫൗണ്ടേഷൻ ഫോർ ദ റൈറ്റ് ട്രാൻസ്ജെൻഡർ പേഴ്സണ് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ തേർഡ് ജെൻഡർ എന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും അവർക്കെതിരെയുള്ള പല ഡിസ്ക്രിമിനേഷനും പ്രൊഹിബിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അവരുടെ റൈറ്റ്സിന് പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യും. അതേപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാവട്ടെ ഒരു ജോബിലാവട്ടെ. ഇതാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഉള്ളത്. പല ലോസിനെ പറ്റി നമ്മൾ അറിയുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനെപ്പറ്റി സൊസൈറ്റിയിൽ ഒരു നല്ലൊരു നോളജ് ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെ ബാക്ക്വേർഡായിട്ടും പുവറായിട്ടും ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ പല ലോസും അറിയുകയില്ല, അവരുടെ ഒരു ബേസിക് റൈറ്റ് പോലും അറിയില്ല. അതിനുവേണ്ടി നമ്മുടെ സൊസൈറ്റി ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എല്ലാവർക്കും ഈ ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യാൻ ഇനീഷ്യേറ്റ് എടുക്കാം. സ്റ്റുഡൻസ് ആണെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഒരു ലീഗൽ അവയർനെസ് ക്ലാസ് ഒക്കെ എടുക്കാം, അതോറിറ്റീസിൻ്റെ ഹെൽപ്പോടുകൂടി സ്ട്രീറ്റ് പ്ലേസ് നടക്കാം. അതുപോലെ തന്നെ പോസ്റ്റേഴ്സൊക്കെ നമുക്ക് ഒട്ടിക്കാം, ലീഗൽ അവയർനെസ് കൂടുതൽ പിക്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇത്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസും നമുക്കൊരു പ്ലാറ്റ്ഫോമായിട്ട് ലീഗൽ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ അതുപോലെ ഒരുപാട് പേജസ് ഉണ്ട്. അവിടെ നമുക്ക് ലീഗൽ അവയർനെസ് ഗവൺമെൻറ് അതോറിറ്റീസ് ലീഗൽ അവയർനെസ്സെ പറ്റി കാര്യങ്ങൾ നമുക്ക് മെസ്സേജസ് സൊസൈറ്റിക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ടെലിവിഷൻ നമുക്കൊരു ഗുഡ് സോഴ്സായിട്ട് എടുക്കാം, ഒരു ആഡ്സ് വഴിയും അല്ലെങ്കിൽ ഒരു അവയർനെസ് ക്ലാസ് പോലെ. താങ്ക് യു.